അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് തൗബയിലെ 123-ാമത്തെ ആയത്ത്, അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംഗതികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാർ, സത്യവിശ്വാസികളെ, നിങ്ങളോട് അടുത്ത് വരുന്ന ശത്രുക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, എതിരാളികൾ, അയൽവാസിയെ പോലും കൊല്ലാനാണ് ഖുർആൻ കൽപ്പിക്കുന്നത്, ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് കള്ളം പറയുന്നത്. ഈ യലൂനക്കും മിനൽ കുഫാർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത് തഫ്സീറുകളിൽ, ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും വിവരിച്ചൊരു കാര്യമാണ്. ജബ്ബാർ ഉദ്ധരിക്കാറുള്ള വാഹിദിയുടെ തഫ്സീറിലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാൻ കഴിയും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഇബ്നു അബ്ബാസ് പറഞ്ഞ വിശദീകരണം, അമറല്ലാഹുൽ മുഅ്മിനീന അൻ യുഖാതിലുൽ അദ്നാ ഫൽ അദ്നാ മിൻ അദുവ്വിഹിം മിനൽ മദീന മിസ്ല ഖുറൈള വൻ നളീർ വ ഖൈബർ വ ഫദക്. ഇവിടെ അള്ളാഹു മുഅ്മിനുകളോട്, വിശ്വാസികളോട് അവരുടെ അടുത്ത്, അതായത് മദീനയോടടുത്ത് കിടക്കുന്ന ശത്രുക്കളുമായി, അത് ഖുറൈള, ബനു ഖുറൈളുണ്ട്, ബനു നളീറുണ്ട്, ഖൈബർ, ഫദക്ക് തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുകയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ തൊട്ട അയൽവാസിയോട് യുദ്ധം ചെയ്യാനും അയൽവാസി അയാൾ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ കൊന്നുകളയാനുമല്ല. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, യുരീദു ഷാമ വർ റൂമ വൽ അറബൽ കുഫാർ, ഷാം, അതായത് ഇന്നത്തെ സിറിയ അടക്കമുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ അടക്കമുള്ള ഭാഗം, അതാണ് പഴയ ഷാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റോമിൻ്റെ കീഴിലാണ് അന്ന് ഈ ഷാം, ഫലസ്തീനൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ വൽ അറബൽ കുഫാർ, റോമുമായി ബന്ധപ്പെട്ട ശത്രുക്കളായ അറബി ഗോത്രങ്ങൾ, ഇവരോട് യുദ്ധം ചെയ്യാനാണ് ഇവിടെ കൽപ്പിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാർ, നിങ്ങളോട് അടുത്തുള്ള കാഫിറുകളോട് എന്ന് പറയുന്ന ഈ യലൂനക്കും, അടുത്തുള്ള എന്നതിൽ നിന്നാണ് ഈ ഇസ്ലാമിൻ്റെ, നമ്മുടെ നാട്ടിലെ അതുപോലെ ഇത്തരത്തിലുള്ള ശത്രുക്കളൊക്കെ അയൽവാസിയെ പോലും കൊല്ലണം എന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത് എന്ന് പറയാൻ കണ്ടെത്തിയിട്ടുള്ള തെളിവ്. എന്നാൽ ഇതേപോലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് വേറെയും കാണാൻ കഴിയും. സൂറത്ത് മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിൻവാങ്ങി പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു മറ്റൊരു ജനവിഭാഗത്തെ കൊണ്ടുവരും. യുഹിബ്ബൂനഹു യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, അവൻ അവരെയും അവർ അവനെയും, അതായത് ആ ജനത അള്ളാഹുവിനെയും അള്ളാഹു അവരെയും ഇഷ്ടപ്പെടും. യുഖാതിലൂന ഫീ സബീലില്ലാഹ് അവ അഇസ്സത്തിൻ അലൽ കുഫാരി അഷിദ്ദത്തൻ അലൽ മുഅ്മിനീന അഷിദ്ദത്തൻ അലൽ കുഫാർ, സത്യവിശ്വാസികളോട് ഇസ്സത്തോടു കൂടി പെരുമാറുന്ന, അതേപോലെ തന്നെ കുഫാറിനോട് കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത്
തഹരീമിൽ ഉള്ള പ്രയോഗം ജാഹിദിൽ കുഫാറ വഗലുദു അലൈഹിം എന്നാണ്. തഹരീം 9-ാമത്തെ ആയത്തിൽ കുഫാറിനോടും ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ, മുനാഫിക്കുകളോടും കുഫാറിനോടും, അതായത് ശത്രുക്കളായിട്ടുള്ള മുനാഫിക്കുകളിലും നിഷേധികളിലും പെട്ട ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ഖുർആൻ പറയുന്നത് ശത്രു എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ സാദാ കാഫിർ എന്ന അർത്ഥത്തിലല്ല എന്നത് ഈ ആയത്തുകളും ഇതിന് പൗരാണിക പണ്ഡിതന്മാർ സഹാബിമാർ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും നൽകിയിട്ടുള്ള വിശദീകരണം ഇതാണ്. എന്നാൽ സാധാരണ കാഫിറിനോട് എങ്ങനെ പെരുമാറണം, മൊത്തത്തിൽ തന്നെ ഇസ്ലാമിനോട് യുദ്ധത്തിന്, ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങളെ ആക്രമിക്കാനും വരാത്ത നിഷേധികളോട് എന്ത് നിലപാടാണ് കൈക്കൊള്ളേണ്ടത് എന്നത് ഖുർആൻ മക്കയിലെ ജീവിതത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്ത് അൽ കാഫിറൂൻ എന്ന സൂറയിൽ 109-ാമത്തെ സൂറ, ആ സൂറയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ എന്ന് വിളിച്ചിട്ട് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ നീ പറയണം യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ. എന്നിട്ട് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാനും പൂജിക്കാനും ഒന്നും എന്നെ കിട്ടൂല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന, ഞാൻ വിധേയപ്പെടുന്ന അള്ളാഹുവിന് നിങ്ങളും വിധേയപ്പെടില്ല എന്നുള്ളത് ശരിയാണ്. ഇത് ഖുർആൻ പറയേണ്ടി വന്നിട്ടുള്ളത് ഖുറൈശികളിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സമവായ നിർദ്ദേശം വച്ചിരുന്നു. അതായത് കുറച്ച് കാലം, ഏതാണ്ട് ഒരു കൊല്ലം മുഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ പൂജിക്കുക, അത്രയും കാലം ഞങ്ങൾ മുഹമ്മദിൻ്റെ ദൈവത്തെ അള്ളാഹുവിനെയും ആരാധിക്കാം, ഇങ്ങനെ നമ്മൾക്ക് ഒത്തുപോകാമെന്നുള്ള ഒരു സമവായ നിർദ്ദേശം വന്നപ്പോൾ ആദർശ തലത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നത് എന്താണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നമ്മൾ തമ്മിൽ കലഹിക്കേണ്ടതില്ല, തല്ലേണ്ടതില്ല, കൊല്ലേണ്ടതില്ല, മർദ്ദിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവും നിങ്ങളുടെ ആരാധനാമുറകളും നിങ്ങളുടെ രീതികളുമായിട്ട് നിങ്ങൾക്ക് പോവാം, എനിക്ക് എൻ്റെ ആശയവും എൻ്റെ ആരാധനാരീതിയും എൻ്റെ മറ്റ് അവസ്ഥകളുമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യമായിട്ട് ഞാനും പോയിക്കോളാം, നമ്മളിതിൻ്റെ പേരിൽ തല്ലുകൂടേണ്ടതില്ല, ശത്രുക്കളായി മാറേണ്ടതില്ല എന്നവരോട് പറയാനാണ് വിശുദ്ധ ഖുർആൻ അന്ന് മക്ക ജീവിതത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ഇനി തൊട്ടടുത്തുള്ള നിഷേധികളോട്, അല്ലെങ്കിൽ ഇസ്ലാമിനോട് ശത്രുത പുലർത്താത്ത നിഷേധികളോട് എന്ത് സമീപനം കൈക്കൊള്ളാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഖുർആൻ സൂറത്ത് മുംതഹിനിൽ പറയുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങളോട് യുദ്ധത്തിനൊരുങ്ങിയിട്ടില്ലാത്ത, നിങ്ങളെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചിട്ടില്ലാത്ത ആളുകളോട്, ലാ യൻഹാകുമുല്ലാഹു, നിങ്ങളെ അള്ളാഹു തടയുന്നില്ല എന്നാണ്. ലാ യൻഹാകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ തടയുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ, ആദർശത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ലാത്ത, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാടുകളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിച്ചിട്ടില്ലാത്ത ആളുകളോട്, നിഷേധികളോട്, അവർക്ക് അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കുകയും അവരോട് നീതിപൂർവ്വം വർത്തിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു തടയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അങ്ങനെ നീതിപൂർവ്വം വർത്തിക്കുന്നവർ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നിഷേധികളോടാണെങ്കിലും മനുഷ്യകുലത്തിലെ ആരോടും, അത് മുസ്ലിം, നിഷേധി, കാഫിർ, മുശ്രിക്ക് എന്നൊന്നുമില്ല, ആരോടായാലും നീതിപൂർവ്വം വർത്തിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത്രയൊക്കെ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ട് ഇവർ പറയുന്നത് കാഫിറിനെ കൊല്ലാനാണ്, തൊട്ടടുത്തുള്ള കാഫിറിനെ കൊല്ലാനാണ്, അയൽവാസിയായ കാഫിറിനെ കൊല്ലാനാണ് ഖുർആൻ പഠിപ്പിക്കണതെന്നാണ്. അപ്പോൾ ഇത്രക്ക് ദുഷ്ടബുദ്ധിയുമായിട്ട് ഇസ്ലാമിനെ തകർക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിക്കൊള്ളട്ടെ, അതിന് വിരോധമില്ല.
പക്ഷേ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുകയും അവർക്കിടയിൽ കലഹമുണ്ടാക്കി തീർക്കുകയും ചെയ്യാനുള്ള ഈ കുൽസിത നീക്കം അത് സമൂഹം എങ്ങനെ കാണണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായവും നെറിയും നീതിയൊന്നുമില്ല. അവർക്കെന്താണോ വായിൽ വന്നത്, അത് കോതക്ക് വായിൽ വന്നത് പാട്ട് എന്നത് പറഞ്ഞതുപോലെ എന്തും വിളിച്ചു പറയാമെന്നുള്ളതാണ് ഇവരുടെ രീതി. അപ്പോൾ ഇത്തരം ആളുകളെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെ വിളിച്ചു പറയുന്ന ഈ ആളുകൾക്കെതിരിൽ ഭരണകൂടം നടപടിയെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള വക ഇവിടില്ല. അപ്പോൾ ഖുർആനിനെ എതിർക്കാൻ വേണ്ടി, ഖുർആനെ വിമർശിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക എന്നുള്ള രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ നാസ്തികന്മാരായിട്ടുള്ള ജബ്ബാറിനെ പോലെയുള്ള, ആരിഫ് ഹുസൈനെ പോലെയുള്ള, ലിയാഖത്ത് അലിയെ പോലുള്ള ഈ നാസ്തികന്മാരായിട്ടുള്ള ദുഷ്ടബുദ്ധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ടോ വസ്തുതാപരമായിട്ടോ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലയെന്ന് മാത്രമല്ല, 1400 പരം വർഷമായല്ലോ മുസ്ലിങ്ങൾ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ചരിത്രത്തിൽ അകാരണമായിട്ട് ഒരു മുസ്ലിമെങ്കിലും ഒരു അമുസ്ലിമിനെ കൊന്നതിന്, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതിന്, അതുപോലെ സംഘടനകൾ അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന് വല്ല തെളിവും ഇവർക്ക് കൊണ്ടുവരാൻ കഴിയും? ഈ ഒരു കാടളക്കണതിന് മുമ്പ് കേരളത്തിൽ പോലും മുസ്ലിങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത് അയൽപ്പക്ക ബന്ധങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഒരേ വീട്ടിലെ ആളുകളെ പോലെയാണ് തൊട്ടടുത്തുള്ള മുസ്ലിം വീടുകളിലും അമുസ്ലിം വീടുകളിലുള്ള ആളുകൾ കഴിഞ്ഞു പോന്നിരുന്നതെന്ന് നമ്മൾക്ക് അറിയാവുന്ന സംഗതിയാണ്. ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ ചില സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അതല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ ഒരു മുസ്ലിമും ഒരു അമുസ്ലിമിനെയും അകാരണമായി കൊന്നതിനൊരു തെളിവില്ലാതിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് കുറ്റകരമായൊരു കാര്യമായി ഇസ്ലാം എണ്ണിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ദുഷ്ടബുദ്ധിയോടുകൂടി സമൂഹത്തിൽ കലഹവും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം. അതിന് സമൂഹം അംഗീകരിച്ചിട്ടില്ലാത്ത, മുസ്ലിം സമൂഹം ഇന്ന് വരെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഖുർആൻ്റെ പേരിൽ, മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിയേൽപ്പിക്കുകയും എന്നിട്ട് ആട്ടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചു പോരുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.